അനന്തകൃഷ്ണൻ, VP മാത്യുവിന് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടും ഈ ബെയിലി പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടും? മോത്തി, ഇപ്പോൾ ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന എല്ലാ മിലിറ്ററി സേനകളുടെയും തലവൻ, ആർമി റെസ്ക്യൂ ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ VT മാത്യു ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ, ഇപ്പോൾ നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത് ബെയിലി പാലം എപ്പോൾ റെഡിയാകും, എന്നാൽ മാത്രമേ മുണ്ടക്കയിലേക്ക് റെസ്ക്യൂ ഫോഴ്സിനെ എത്തിക്കാൻ പറ്റുള്ളൂ പൂർണ്ണ സജ്ജീകരണത്തോടെ. എങ്ങനെയാണ് അത്? 12 മണിയോടുകൂടി പാലം റെഡിയാകും. അതോടുകൂടി നമുക്ക് ബാക്കിയുള്ള സാമഗ്രികൾ എത്തിക്കാൻ പറ്റും. റെസ്ക്യൂ ഫോഴ്സ് എല്ലായിടത്തുമുണ്ട്, ആർമിയുടെ റെസ്ക്യൂ ഫോഴ്സ് എല്ലാ സ്ഥലത്തുമുണ്ട്. ഒരു സ്ഥലവും ആർമി പോകാതിരുന്നിട്ടില്ല. പക്ഷേ പാലം 12 മണിക്ക് റെഡിയാകും. ഈ പാലം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളാണ് അതിലൂടെ ഒരുക്കാൻ പറ്റുന്നത്? അതിലൂടെ നമുക്ക് JCB, എക്സ്കവേറ്റർ എല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതോടുകൂടി നമുക്ക് കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ വീടുകൾക്കുള്ളിൽ അവരെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അവിടെ ഇപ്പോഴും ആർമിയുടെ ആൾക്കാരുണ്ടല്ലോ അവിടെ. അവരെന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്? എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? അവിടെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നവരൊക്കെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. പുറത്തിപ്പോൾ ആരുമില്ല. ഇനി വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. മണ്ണ് കംപ്ലീറ്റ്ലി മൂടി കിടക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഹെവി എക്യുപ്മെൻറ്റ് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിന് ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നീങ്ങി എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു തടസ്സമില്ലായിരുന്നു. ചലഞ്ചസ് മാത്രമേ ഉള്ളൂ. തടസ്സം മാറ്റാൻ പറ്റുന്നൊന്നുമല്ല. ഇവിടെ ഈ സ്ഥലം വളരെ കൺസ്ട്രക്റ്റഡ് ആണ്. അവിടെ പാലം പണിയാൻ വേണ്ടി കുറച്ച് സ്ഥലത്തിന് ആവശ്യമാണ്. അത് പുറകിലൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി അതില്ലായിരുന്നു. പക്ഷേ എല്ലാം നമ്മൾ തരണം ചെയ്തു. റെക്കോർഡ് സമയത്താണ് ഈ പാലം തയ്യാറായത്. ബാംഗ്ലൂരിൽ നിന്ന് പാലം റോഡ് മാർഗ്ഗം ഇവിടെ എത്തി ഇന്ന് ഉച്ച വരേക്കും അത് തയ്യാറാകാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് അതിൽ ഉൾപ്പെട്ടിരുന്ന സൈനികരെ അഭിനന്ദിക്കണം. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈ സൈനികർ. ഇപ്പോൾ അവിടെ എയർലിഫ്റ്റിംഗ് ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. എയർലിഫ്റ്റ് കഴിഞ്ഞു. ഞങ്ങൾ എയർലിഫ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു. 150ഓളം ട്രൂപ്സ് നമ്മൾ തിരുവനന്തപുരത്ത് യൂണിറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു പാലം ഡൽഹിയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആർമി ഹെഡ്ക്വാർട്ടറാണ് അത് പാലം അയച്ചത്. 3 റെസ്ക്യൂ ഡോഗ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇനി ഒരു എയർലിഫ്റ്റ് ബാക്കിയില്ല. ഇപ്പോൾ ഈ ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മുന്നിലുള്ള ചലഞ്ചസ് എന്താണ്? ഇനി നമുക്ക് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് അവരെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് റിട്രീവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചലഞ്ച്. നമ്മുടെ ഈ JCB ഒക്കെ പോകാൻ തക്ക ബലം ഈ പാലത്തിലുണ്ടല്ലോ. JCB ഒക്കെ പോകാം. ഇനി മൊത്തത്തിൽ ഇപ്പോൾ റെസ്ക്യൂവിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? എത്ര പേരെ നമുക്കിപ്പോൾ ഇതിനകം തന്നെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഞങ്ങളായിട്ട് 150-170ഓളം പേരെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്പർ അതിലും കൂടുതലാണ്. കാരണം പലരും റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് തൊട്ട് പല ഫോഴ്സസും ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം ഒരു ഫിഗർ എനിക്ക് തരാൻ പറ്റില്ല എത്ര പേരെയാണ് റെസ്ക്യൂ ചെയ്തതെന്ന്. ഞങ്ങളായിട്ട് 100-ൽ പരം ഡെഡ് ബോഡീസും ഇവിടെ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഓവറോൾ കൗണ്ട് നിങ്ങൾ കേട്ട് കാണും, 170-ൽ പരമാണ്. മിസ്സിംഗ് ആയിട്ടുള്ളവരും നമുക്കറിയില്ല എത്രയാണ്. ഇതെല്ലാം ഫിഗേഴ്സ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നു. ഇപ്പം എല്ലാ സംവിധാനങ്ങളും, അതായത് എയർഫോഴ്സ്, മിലിറ്ററി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എയർഫോഴ്സ്, നേവി, ആർമി എല്ലാം ഉണ്ട്. എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ട്. VT മാത്യു ആണ് വിവരങ്ങൾ നൽകുന്നത്. അദ്ദേഹം അനന്തകൃഷ്ണൻ എന്ന നമ്മുടെ പ്രതിനിധിയുമായി സംസാരിക്കുകയാണ്. കർണാടകയുടെയും കേരളത്തിന്റെയും ചുമതലയുള്ള മേജർ ജനറൽ VP മാത്യു. ആർമി റെസ്ക്യൂ ഫോഴ്സ് കമാൻഡറാണ് അദ്ദേഹം. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ വിഭാഗത്തിന്റെ ആ സംഘമാണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അവരാണ് ബെയിലി പാലം നിർമ്മാണം നടത്തുന്നത്. തിരുവനന്തപുരത്തു നിന്നും ദില്ലിയിൽ നിന്നുമാണ് ഇതിന്റെ ഭാഗങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു, വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് വിവിധ ട്രക്കുകളിലായി ഇതിന്റെ ഭാഗങ്ങൾ എത്തിച്ച് കൂറ്റൻ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സാധാരണ ബെയിലി പാലം അങ്ങനെയാണ് നിർമ്മിക്കുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ പല സന്ദർഭങ്ങളിലും പല ഭാഗത്തും പാലങ്ങൾ നിർമ്മിച്ചത് നമുക്കറിയാം. ആ തരത്തിൽ എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അതുവഴി വലിയ ഹെവി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോയി കൂടുതൽ രക്ഷാദൗത്യം, തെരച്ചിൽ നടത്താനുള്ള ശ്രമകരമായ ആ ജോലിയിലാണ് സൈന്യം ഒന്നാകെ ഏർപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ നടക്കുമ്പോഴും ഇതിനോടകം സൈനികരെല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കപ്പെട്ട് അവരുടേതായ രീതിയിൽ ദൗത്യം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒപ്പം സന്നദ്ധ പ്രവർത്തകർ